നമസ്കാരം. മൂന്നാം മോദി സർക്കാരിൽ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള അതൃപ്തി വർദ്ധിക്കുകയാണ്. സർക്കാർ രൂപീകരിച്ച് 2 ദിവസം ആകുന്നതിന് മുൻപ് തന്നെ അതൃപ്തി ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. സഹമന്ത്രി സ്ഥാനം മാത്രം നൽകിയതിനാൽ അജിത് പവാറിൻ്റെ NCP മന്ത്രിസ്ഥാനം സ്വീകരിച്ചിട്ടുമില്ല. ഒരു MP മാത്രമുള്ളതിനാൽ സഹമന്ത്രി സ്ഥാനം മാത്രം നൽകാമെന്നായിരുന്നു BJPയുടെ നിലപാട് പോലും. 7 MPമാരുള്ള ശിവസേന ഷിൻഡെ വിഭാഗത്തിനും സഹമന്ത്രി സ്ഥാനമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിർത്തി പ്രകടിപ്പിച്ചുവെങ്കിലും സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയായ ശിവസേനയിലെ പ്രതാപ് ജാദവ് സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. എന്തായാലും 5 MPമാരുള്ള ചിരാഗ് പാസ്വാന്റെ LJP RV, 2 MPമാരുള്ള ജനതാദൾ S, ഏക MP മാത്രമുള്ള ഹിന്ദുസ്ഥാനി ആവാം മോർച്ച എന്നിവർക്ക് ക്യാബിനറ്റ് പദവി നൽകിയതാണ് അതിർത്തിക്ക് കാരണമായത്. 4 മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട TDPയുടെ 2 മന്ത്രിമാരും JDUവിൻ്റെ 2 മന്ത്രിമാരുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. 4 മന്ത്രിമാരും ആന്ധ്രാപ്രദേശ്, ബീഹാർ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവിയുമായാണ് TDPയും JDUയും ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്പീക്കർ സ്ഥാനവും TDP ഇതിനോടൊപ്പം തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു. 4 മന്ത്രിസഭാ ബർത്ത് ലഭിക്കാത്തതിൽ TDP അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി 3ാം സർക്കാരിൻ്റെ ആദ്യ ക്യാബിനറ്റ് മീറ്റിംഗിൽ TDP മന്ത്രിമാർ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് അഭ്യൂഹമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അനുനയ നീക്കത്തിലൂടെ അവർ പങ്കെടുക്കുകയായിരുന്നു. പ്രമുഖ വകുപ്പുകൾ BJP തന്നെ കൈകാര്യം ചെയ്യുന്നതിലും ഘടകകക്ഷികൾക്ക് ഇപ്പോൾ അതിർത്തിയുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ അസ്വാരസ്യങ്ങൾ മറനീക്കി ഇതുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തു വരികയും ചെയ്യും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. സാധാരണ തെരഞ്ഞെടുപ്പിലൂടെ ഒരു പുതിയ സർക്കാർ രൂപീകരിച്ചാൽ അതിന് സ്ഥിരത കൈവരിക്കുവാൻ 6 മാസത്തെ സമയമെങ്കിലും എടുക്കും. മന്ത്രിസഭയുടെ ഒരു ഹണിമൂൺ കാലമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന ഈ സമയത്ത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടാവുകയാണെങ്കിലും വലിയ പ്രതിഷേധം പലപ്പോഴും ഉയരാറില്ലായിരുന്നു. എന്നാൽ മോദിയുടെ 3ാം സർക്കാരിൻ്റെ ഹണിമൂൺ കാലം 2 വർഷമായിരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ വിലയിരുത്തൽ. 2 വർഷം വരെ അനുനയ നീക്കവുമായി സർക്കാർ മുന്നോട്ട് പോയേക്കാം. 2 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നിർബന്ധിത വിരമിക്കൽ പ്രായമാവുകയും ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമെത്തും. പ്രത്യേക സംസ്ഥാന പദവി അനുവദിച്ചു കിട്ടിയാലും ജാതി സെൻസസ് രാജ്യവ്യാപകമായി നടത്തിയാലും ഇത് പ്രചരണ ആയുധമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ട് JDU ശ്രമിക്കുകയും ചെയ്യും. ഇവ നടന്നില്ലെങ്കിൽ സഖ്യം വിട്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുവാനുള്ള നീക്കം കൂടി അതിനോടൊപ്പമുണ്ട്. ഒപ്പം ബീഹാറിൽ നിന്ന് JDUയും അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്ന് TDPയും പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ മോദിക്ക് അതിർത്തി ഉണ്ടാവുകയും 2026 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും പറഞ്ഞത് കൃത്യമാകും. ഉറപ്പായിട്ടും അത് സംഭവിക്കാം. കാരണം ഇങ്ങനെ ഒരു അവിയൽ മുന്നണിയുമായി മുന്നോട്ട് പോകുക എന്നുള്ളത് BJPക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് ഒരിക്കലും കഴിയുന്ന കാര്യമല്ല. കാരണം കഴിഞ്ഞ 2014-ലും ഒപ്പം തന്നെ 2019-ലും മികച്ച ഭൂരിപക്ഷമായി ഒറ്റയ്ക്ക് ഭരിക്കുവാനുള്ള സീറ്റോടുകൂടി ആ മെജോറിറ്റിയോടുകൂടി തന്നെയാണ് BJP അധികാരത്തിലിരുന്നത്. ആരുടെയും കാല് പിടിക്കേണ്ട ഗതികേട് വന്നിട്ടില്ല. NDA മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നുള്ളവർക്ക് മാത്രം BJP പറയുന്ന മന്ത്രിസ്ഥാനങ്ങൾ മാത്രം നൽകി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അത് 2014-ലും 2019-ലും അങ്ങനെയായിരുന്നു. വലിയ ഭൂരിപക്ഷങ്ങൾ നേടി ഒറ്റയ്ക്ക് മന്ത്രിസഭയുണ്ടാക്കുവാനുള്ള കരുത്ത് കാട്ടിയ BJPയാണ് ഇപ്പോൾ 244 സീറ്റുകളിൽ ഒതുങ്ങിപ്പോയത്. അതുകൊണ്ട് തന്നെയാണ് ഒരു അവിയൽ മുന്നണി സംവിധാനം ഉണ്ടാക്കേണ്ടി വന്നിരിക്കുന്നത്. അതായത് എപ്പോൾ വേണമെങ്കിലും കാലുമാറാവുന്ന നിതീഷ് കുമാറും ഒപ്പം തന്നെ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചന്ദ്രബാബു നായിഡുവും ഒക്കെ ഏത് സമയം വേണോ ഈ പാളയം വിട്ട് മറ്റൊരു പാളയത്തിലേക്കോ അല്ലെങ്കിൽ ഈ BJPക്ക് കൊടുക്കുന്ന പിന്തുണ പിൻവലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ട്. ഇത് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് ഈ മന്ത്രിസഭയുടെ ആദ്യത്തെ മന്ത്രിസഭാ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് തന്നെ ഞാനൊരു വീഡിയോ ചെയ്ത് അതിൽ പറഞ്ഞത് 2026-ൽ വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന്. അതായത് മോദിക്ക് ഇതിൽ അതൃപ്തിയുണ്ട്. അദ്ദേഹം വിചാരിക്കുന്ന തരത്തിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല BJP ഇപ്പോൾ എല്ലാ തരത്തിലുമുള്ള ഭൂരിപക്ഷം വരുന്ന എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് BJPയാണ്. അതിൽ കൂടിയും ഇപ്പോൾ അതൃപ്തിയുണ്ട്. ശിവസേന ഷിൻഡെ വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ JDUവിന് അതൃപ്തിയുണ്ട്. TDPക്ക് അതൃപ്തിയുണ്ട്. ഇങ്ങനെ മാത്രമല്ല NCPക്ക് അതൃപ്തിയുണ്ട്. അങ്ങനെ ഈ പാർട്ടികളിലുള്ള ഈ മുന്നണി സംവിധാനത്തിൽ നിൽക്കുന്ന എല്ലാ ഘടകകക്ഷികൾക്കും അതൃപ്തി ഉള്ളതുകൊണ്ട് തന്നെ ഇതെത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയില്ല. എന്തായാലും 2 വർഷം തന്നെയായിരിക്കും ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഹണിമൂൺ കാലാവധി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ 2 വർഷത്തിനുള്ളിൽ 75 വയസ്സ് മോദിക്ക് പൂർത്തിയാവുകയും ഒപ്പം തന്നെ ഈ അവിയൽ മുന്നണിയുമായി മുന്നോട്ട് പോകണ്ട എന്നുള്ളൊരു തീരുമാനം നരേന്ദ്രമോദി എടുക്കുകയും ചെയ്താൽ അതോടുകൂടി ഈ 3ാം മോദി സർക്കാർ 2026-ൽ രാജിവെക്കേണ്ടി വരും. പുതിയ ഒരു തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അന്ന് നടത്തേണ്ടിയും വരും. അങ്ങനെ മികച്ച ഭൂരിപക്ഷം നേടാനുള്ള ഒരു തന്ത്രം കൂടി BJP മുന്നോട്ട് വയ്ക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.